ഹരി ഓം. രാമായണ പാരായണം നമ്മുടെ നാട്ടിൽ പല വിധത്തിലാണ് നടക്കുന്നത്. നേരത്തെ നമ്മൾ മുമ്പ് സൂചിപ്പിക്കേണ്ടായി. ഒന്ന്, എല്ലാ ദിവസവും രാമായണം വായിക്കുന്ന രീതി, കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്ന രീതി, രാമായണം സമ്പൂർണമായിട്ട് അഖണ്ഡമായി വായിക്കുന്ന രീതി, അഹോരാത്രമായി വായിക്കുന്ന രീതി, ഇങ്ങനെ പല രീതികളുണ്ട്. അതിലൊന്നാണ് രാമായണം പകുത്തു വായിക്കുക അല്ലെങ്കിൽ കെട്ടി വായിക്കുക എന്ന രീതി. ഓരോ സ്ഥലത്തും ഓരോ പേരാണ് അറിയപ്പെടുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, രാമായണം എടുത്ത് നാമം ജപിച്ച്, കണ്ണടച്ച് നാമം ജപിച്ച് ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് അതിലെ വലതുവശത്ത് 7 അക്ഷരം, 7 വരി കഴിഞ്ഞ് 7 അക്ഷരം തള്ളി വായിക്കുന്ന രീതിയാണ്. അപ്പോൾ ആ വായിക്കുന്ന ഭാഗം ഏതാണോ അത് നമ്മുടെ അപ്പോഴത്തെ സന്ദർഭവുമായി ഒത്തുവരുമെന്നും അതനുസരിച്ച് അതിൻ്റെ ഫലം പറയാമെന്നുമാണ്. അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇതിനെ കെട്ടി വായിക്കുക അല്ലെങ്കിൽ പകുത്ത് വായിക്കുക എന്നൊക്കെയാണ് പറയുക. ഇത് കുട്ടികളെ കൊണ്ട് നോക്കിപ്പിക്കുന്ന രീതിയും ഒക്കെ ഉണ്ട്. ഇതനുസരിച്ച് എന്തെങ്കിലും സങ്കടങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുവെ പണ്ട് കാലത്തൊക്കെ രാമായണം ഇങ്ങനെ പകുത്തെടുത്ത് വായിക്കുന്ന രീതിയുണ്ട്. എങ്ങനെയായാലും രീതി എങ്ങനെയായാലും ശരി, അത് രാമായണത്തെ ആസ്പദമാക്കിയിട്ട് വളരെ പ്രയോജനകരമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ കർക്കിടകത്തിൽ വായിച്ചാലും ദിവസം വായിച്ചാലും അർത്ഥം മനസ്സിലാക്കി വായിച്ചാലും ഇനി വെറുതെ വായിച്ചാലും ഒക്കെ. ഇനി നമുക്ക് രാമായണ പാരായണത്തിലേക്ക് കടക്കാം. രാമായണ പാരായണത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം പറയേണ്ടായി, ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും വാൽമീകി മഹർഷിയെയും തുഞ്ചത്ത് ആചാര്യനെയും ഒക്കെ വന്ദിച്ച് തുടങ്ങണം. അത് നമുക്ക് ഏതൊക്കെ സ്തുതികൾ അറിയാമോ ആ സ്തുതികളൊക്കെ ചൊല്ലാം. ചെറിയ ചെറിയ സ്തുതികൾ ചൊല്ലുകയാണ് കുറച്ചുകൂടി നല്ലത്. ഉദാഹരണത്തിന് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഇത് ശ്രീരാമേന്ദ്രസ്വാമിയെ വന്ദിക്കുന്ന സ്തുതിയാണ്. അതുപോലെ ഭഗവാനെ എപ്പോൾ സ്മരിച്ചാലും ഒപ്പം സ്മരിക്കേണ്ട ആളാണ് ഹനുമാൻ സ്വാമി. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഈ രണ്ടുപേരെയും കുറിച്ച് നിരവധി സ്തുതികൾ നമുക്ക് ലഭ്യമാണ്, ധ്യാന ശ്ലോകങ്ങൾ ലഭ്യമാണ്. അത് നമുക്ക് ഏതാണോ അറിയുക അത് ചൊല്ലുക എന്നുള്ളതാണ് ആദ്യം. പിന്നെ രാമായണം എഴുതിയ വാൽമീകി മഹർഷിക്കുള്ള വന്ദനമാണ്. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകി മഹർഷിയെ വന്ദിക്കാം. ഇതും നമുക്ക് ചൊല്ലാം. ഇനി നമ്മൾ വായിക്കുന്നത് അധ്യാത്മ രാമായണം ആയതുകൊണ്ട് നമുക്ക് തുഞ്ചത്ത് എഴുത്തച്ഛനെ വന്ദിക്കണം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം. ഇത്രയും പേരെ വന്ദിച്ചാൽ നന്നായി. വായിക്കുന്നതിന് മുമ്പ് സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ചില സ്ഥലങ്ങളിലെ ആളുകൾ ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ എന്നും പറയും. ഇതൊരു വരിയായിട്ടുള്ളതാണ്. ഇതൊരു സ്തുതി പോലെ ഉള്ളതാണ് നമസ്കരിക്കൽ. ഇതൊക്കെ ചൊല്ലിയിട്ട് ധ്യാന ശ്ലോകങ്ങളോ സ്തുതികളോ ചൊല്ലിയിട്ട് രാമായണം പാരായണം ആരംഭിക്കുകയാണെങ്കിൽ നന്നായി. ഇനി പല സ്ഥലത്തുമുള്ള മറ്റൊരു രീതി എന്താ വെച്ചാൽ, രാമായണം അധ്യാത്മ രാമായണത്തിന്റെ തുടക്കത്തിലെ ഭാഗത്തെ വായിക്കുക എന്നുള്ളൊരു രീതിയുണ്ട് പല സ്ഥലങ്ങളിലും. നമുക്ക് ആ ഭാഗങ്ങൾ നമുക്ക് കാണാം. അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിലായാലും ഒടുക്കത്തിലായാലും ഇടയ്ക്കായാലും എപ്പോഴായാലും ശ്രദ്ധിക്കേണ്ടത്, ഈ രാമായണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വായിക്കരുത്. ഉദാഹരണത്തിന് ദീർഘമുള്ള സ്ഥലത്ത് മാത്രമേ ദീർഘം വായിക്കാവൂ. ഹ്രസ്വമാണെങ്കിൽ ഹ്രസ്വമായിട്ട് തന്നെ പറയണം. നമ്മുടെ സംസാര ഭാഷയിൽ വായിക്കാതെ കണ്ടിരിക്കുക എന്നുള്ളത് ഉത്തമമാണ്. അതുപോലെ അക്ഷരസ്ഫുടത, ഏതാണോ അക്ഷരം ആ അക്ഷരത്തെ പറയുക. നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളൊക്കെ അത്ര നല്ല മികച്ച അക്ഷരങ്ങളെന്നല്ല നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ പാരായണത്തിൽ വരുമ്പോൾ അതൊക്കെ പെശകാൻ സാധ്യതയുണ്ട്, തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം
ഈ അധ്യാത്മ രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളും സംസ്കൃത വാക്കുകളാണ്. അപ്പൊ അത് വേണ്ട വിധത്തിൽ ഉച്ചരിക്കാനായിട്ട് സാധിക്കണം. പിന്നെ നമുക്ക് മലയാളികൾക്കുള്ളൊരു മറ്റൊരു പ്രശ്നമാണ് എവിടെയും എകാരം ചേർത്ത് പറയുക എന്നുള്ളത്, ആവശ്യമുള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും ഒക്കെ. ഉദാഹരണത്തിന് നമ്മൾ രമ, രവി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നമ്മൾ രമ എന്നും രവി എന്നും ഒക്കെയാണ് പറയുക. അത് സംസാര ഭാഷയിൽ അനുവദനീയമാണ്, പക്ഷെ എഴുത്ത് ഭാഷയിൽ ഇല്ല. ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ സംസ്കൃത വാക്കുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ ഉച്ചാരണം ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ രാമായണം ആരംഭിക്കുന്നത് ശ്രീരാമ രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാരും ശ്രീരാമ എന്നാ പറയാ. ശ്രീരാമ, ഷാ എന്ന് പറഞ്ഞ പകരം ശ്രീരാമ എന്ന് പറയും. അത് ഉച്ചാരണത്തിൽ ഒരുപക്ഷെ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കാം, പക്ഷെ വായിക്കുമ്പോൾ ശ്രീരാമ എന്ന് വായിക്കാൻ പാടില്ല. ശ്രീരാമ രാമ രാമ എന്ന് വേണം വായിക്കാൻ. അവിടെ ദീർഘമില്ല, അതുകൊണ്ട് ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രാജയ എന്ന് വായിക്കാൻ പാടില്ല. അവിടെ ഒരു സ്ഥലത്തും ദീർഘം ഇല്ല. അപ്പൊ ദീർഘമില്ലാത്ത സ്ഥലങ്ങളിൽ ദീർഘമില്ലാതെ കൊണ്ട് തന്നെ വായിക്കണം. ദീർഘമുണ്ടെങ്കിൽ ദീർഘത്തോടു കൂടി നീട്ടി തന്നെ വായിക്കണം. ഇത് തുടക്കം മുതൽ അവസാനം വരെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പിരിച്ചു വായിക്കുന്ന സമയത്ത് നമ്മൾ പിരിച്ച് വായിക്കേണ്ട ഇടത്ത് പിരിച്ച് വായിക്കണം. അതുപോലെ സംഗീതാത്മകമായി വായിക്കുന്ന സമയത്ത് വാക്കുകൾ തെറ്റി പറയാതെ കണ്ടിരിക്കാനും ശ്രദ്ധിച്ചാൽ നന്നായി. ചില ആൾക്കാർ ഈണവും സംഗീതവും ഒക്കെ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും വാക്കുകളൊക്കെ തെറ്റിപ്പോകാനായിട്ട് ഇടയുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വായനയിൽ ശ്രദ്ധിക്കണം. പിന്നെ തെറ്റാതെ കണ്ട് വായിക്കുക എന്ന് തന്നെയാണ് ഉത്തമമായിട്ടുള്ളത്. നമുക്ക് നന്നായി വായിക്കാറായാൽ തെറ്റുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ശ്രദ്ധക്കുറവുണ്ട് എന്നാണ്. നമ്മൾ വേണ്ട വിധത്തിൽ അതിനെ ഗൗരവമായി കാണാതെ കണ്ടാണ് വായിക്കുന്നത്. ഒരു ഉഴപ്പൻ മട്ടിലാണ്, അലസമായ മട്ടിലാണ് വായിക്കുന്നത്. അങ്ങനെ പാടില്ല. ഭക്തി എന്തായാലും വേണം, ഭക്തിമയ സ്വരത്തിലാണ് വേണ്ടത്. ഭക്തിയുടെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പാരായണം വളരെ നന്നായിട്ട് നന്നായിരിക്കും. ഇനി നമ്മൾ പാരായണം ചെയ്യുമ്പോൾ കൂടെ പല ആൾക്കാരും ചിലപ്പോൾ പാരായണം ചെയ്യാനുണ്ടാവും. ഈ പാരായണം ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ തെറ്റി വായിച്ചാൽ നമ്മൾ ഒപ്പം അല്ലെങ്കിൽ മുട്ടിന് തിരുത്താതെ കണ്ടിരിക്കുക എന്നുള്ളൊരു ഉപകാരമായിട്ടുള്ള കാര്യമാണ്. കാരണം വായിക്കാൻ അറിയുന്നവർക്കൊരു കുഴപ്പമുണ്ട്, ആരെങ്കിലും തെറ്റി വായിച്ചാൽ അപ്പോൾ അവർ തിരുത്തും. ഇത് വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് നന്നായി വായിക്കാൻ സാധിക്കുന്നത് പോലും അവരെ തെറ്റി വായിക്കാനായിട്ട് ഇടയാവും. എന്താ പറയുക, മാലപ്പടക്കത്തിനൊക്കെ തീ കൊളുത്തിയ പോലെയാവും. അങ്ങനെ കൂടുതൽ തെറ്റുകൾ വരും. നമ്മൾ വായിക്കാനുള്ളൊരു പഠിപ്പിക്കൽ നടക്കുന്ന ഒരു ക്ലാസ്സിലോ അങ്ങനെ ഒരു സഭയിലാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ പൊതുസഭയിലിരുന്ന് വായിക്കുന്ന സമയത്ത് അത് പൊതുവെ മുതിർന്ന ആളുകൾക്കൊക്കെ ഉള്ളൊരു ശീലമാണെന്ത്, ആരെങ്കിലുമൊക്കെ തെറ്റിച്ചാൽ അപ്പോൾ ഒന്നെങ്കിൽ അവരെ നിർത്തിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തിരുത്തി കൊടുക്കും. വായിക്കുന്ന ആളുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വായിക്കാൻ പഠിച്ച സമയത്ത് നമ്മളിതൊന്നും തെറ്റാതെ കണ്ടല്ല വായിച്ച്, തെറ്റൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വായിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തിരുത്തി കൊടുക്കാതെ പിന്നീട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ അവർ ചൂണ്ടിക്കാണിച്ച് തിരുത്തുക എന്നുള്ളതാണ് നല്ല കാര്യം. വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തിരുത്താതെ കണ്ടിരിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും രാമായണ പാരായണ സമയത്ത് മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. കുട്ടികളൊക്കെ രാമായണം വായിക്കാൻ തയ്യാറായി വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. പല തടസ്സങ്ങളും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താനായിട്ട് പാടില്ല. ഇങ്ങനെ പല കാര്യങ്ങളും രാമായണ പാരായണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോന്നും ആവശ്യമുള്ള സമയത്ത് പറയാം. ഇനി നമുക്ക് രാമായണത്തിന്റെ ആദ്യ ഭാഗത്തെ കുറച്ചൊന്ന് വായിക്കാം. ഹരിശ്രീ ഗണപതയേ നമ, അവിഘ്നമസ്തു, ശ്രീ ഗുരുഭ്യോ നമ. ഇത് മിക്ക പുസ്തകങ്ങളിലും ഉണ്ടാവും. ഇത് ചൊല്ലിയതിനു ശേഷം ഞാനിത് ആദ്യത്തെ കുറച്ച് ഭാഗത്തെ പാരായണം ചെയ്യാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ,
ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടു മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇത് ആദ്യത്തെ ഭാഗമാണ്. ഇതാണ് പൊതുവെ എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, പല സ്ഥലങ്ങളിലും രാമായണം വായിക്കുന്നതിന് മുമ്പ് ആദ്യം ചൊല്ലുന്ന ഭാഗം. ഇതില് നേരത്തെ പറഞ്ഞ പോലെ ശ്രീരാമ എന്നാണ് വായിക്കേണ്ടത്. ശ്രീരാമ ദീർഘമില്ല, ഹ്രസ്വമാണ്. എവിടെയൊക്കെ ഹ്രസ്വമായിട്ട് കൊടുത്തിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ വായിക്കണം. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ശകാരമാണ്, അത് ശ്രീ എന്ന് ചൊല്ലണം, ശ്രീ എന്ന് ചൊല്ലാൻ പാടില്ല. അതുപോലെ രാമ ശ്രീരാമഭദ്ര ജയ, ചന്ദ്ര ജയ, ജയല ജയ. അതുപോലെ രമതാം രാമ രാമ, രമതാം അല്ല രമതാം രാമ രാമ. രമണീയ വിഗ്രഹ, രമണീയമല്ല രമണീയ വിഗ്രഹ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഇപ്പൊ വായിച്ച കുറച്ച് വരികളില് ശ്രീരാമനാമം പാട്ടി വന്ന, പാട്ടി തായാണ്, പാടിയല്ല, പാട്ടി വന്ന പൈങ്കിളി പെണ്ണെ, ടകാരമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡകാരമായിട്ട് ചൊല്ലുക. പാടി വന്ന പൈങ്കിളി പെണ്ണെ ചൊല്ലിയിടൂ, ചൊല്ലിയിടൂ ഇല്ല, ചൊല്ലിയിട്ടു മടിയാതെ, മടിയാതെ, മടിയാതെ അല്ല മടിയാതെ. ഇങ്ങനെ അക്ഷരങ്ങള് ഏതാണോ ആ അക്ഷരങ്ങളെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി വായിക്കാൻ സാധിക്കുകയാണെങ്കിൽ നന്നായി. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചിട്ടില്ല, സംസാര ഭാഷയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ക്രമത്തിൽ നമുക്ക് തിരുത്തി ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ഭാഗം ആദ്യത്തെ ഒരു ഭാഗമാണ്. ഒരു ശ്രീരാമ സ്വാമിയായിട്ടുള്ള ഭഗവാനെയാണ് വന്ദിക്കുന്നത്. അങ്ങനെ വന്ദിച്ചിട്ട് ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, വന്ദിക്കേണ്ട ആളുകളെയൊക്കെ വന്ദിച്ചിട്ട് ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശ്രീരാമസ്മൃതിയോടെ പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാഗത്തെ അവസാനിപ്പിക്കുന്നത്. ഇതിൽ ഓരോന്നിൻ്റെയും അർത്ഥം കാണണമെങ്കിൽ വിശാലമായ അർത്ഥമുണ്ട്. അത് നമുക്ക് പിന്നൊരു സമയത്തിൽ അതിനെ കാണാം. പിന്നെ ഇതിൽ തുടർന്ന് പറയുന്നത് ഏകദേശം 25-ലധികം ആളുകളെ വന്ദിക്കുന്നുണ്ട്. 25-ൽ-അധികം പേരെ വന്ദിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗത്ത് വന്ദിക്കുന്നത് ഗണപതി ഭഗവാനെയാണ്, പിന്നെ സരസ്വതി ദേവി, പിന്നെ വിഷ്ണു ഭഗവാൻ, പിന്നെ വേദവ്യാസ മഹർഷി, പിന്നെ വാൽമീകി മഹർഷി, പിന്നെ ശിവഭഗവാൻ, പിന്നെ പാർവതി ദേവി, അതിനു മുമ്പായിട്ട് ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാര്, നാരദൻ തുടങ്ങിയ മുനിമാര്, പാർവതി ദേവി, അതുപോലെ ലക്ഷ്മി ദേവി, ബ്രാഹ്മണര്, ഇത്രയും പേരെ ആദ്യം വന്ദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ച് വരികൾ കഴിഞ്ഞാൽ അഷ്ടദിക്പാലകന്മാരെ വന്ദിക്കുന്നുണ്ട്. അവിടെ സുബ്രഹ്മണ്യ സ്വാമിയെ വന്ദിക്കുന്നുണ്ട്, ശാസ്താവിനെ വന്ദിക്കുന്നുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളെയും വന്ദിക്കുന്നുണ്ട്, സൂര്യഭഗവാനെ വന്ദിക്കുന്നുണ്ട്, തൻ്റെ ഗുരുവായിട്ടുള്ള ആ രാമനെ വന്ദിക്കുന്നുണ്ട്, മറ്റ് അന്തേവാസികളെ വന്ദിക്കുന്നുണ്ട്. ഇങ്ങനെ ഏകദേശം 25-ലധികം പേരെ ഈ രാമായണത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വന്ദിക്കുന്നുണ്ട്. അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഭാഗമാണ്.
ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഹൃദിസ്ഥമാകും, നമുക്ക് തന്നെ കാണാതെ കണ്ട് ചൊല്ലാനായി സാധിക്കും. അത്രയും നല്ല മനോഹരമായിട്ടുള്ള വന്ദനങ്ങളാണ്. ഇതാണ് രാമായണത്തിൻ്റെ ആദ്യ ഭാഗമായിട്ട് പറയാനുള്ളത്. അതില് വളരെ മനോഹരമായിട്ട് ആദ്യം ഗണപതി, സരസ്വതി, വിഷ്ണു ഭഗവാൻ, അതുപോലെ വേദവ്യാസ മഹർഷി, വാൽമീകി മഹർഷി, ശിവഭഗവാൻ, ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാര്, നാരദൻ തുടങ്ങിയ മുനിമാര്, പിന്നെ ലക്ഷ്മി ദേവി, ലക്ഷ്മി ദേവി, പാർവതി ദേവി തുടങ്ങിയവരൊക്കെ വന്ദിച്ച് ഇങ്ങനെ വരുമ്പോൾ ബ്രാഹ്മണരെയൊക്കെ വന്ദിച്ചു കഴിഞ്ഞ ശേഷം വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ അഷ്ടദിക്പാലകന്മാരെ വന്ദിക്കുന്നുണ്ട്. അത് അഷ്ടദിക്പാലകന്മാരാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ഒരുപക്ഷെ വ്യാഖ്യാനം വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ മുഴുവൻ സംസ്കൃത വാക്കുകളാണ്. സുരസംഹതിപതി, തദനുസ്വാഹാപതി, വരദൻ പിതൃപതി, നൃതി ജലപതി, തരസാ സദാഗതി, സദയം നിധിപതി, കരുണാനിധി പശുപതി. അത്രയും വരെ അഷ്ടദിക്പാലകന്മാരെ വന്ദിക്കുന്നു. 8 ദിക്കുകളും ആ ദിക്കുകളിലെ അധിപന്മാരായിട്ടുള്ള ആളുകളെയും വന്ദിക്കുന്ന മനോഹരമായൊരു ഭാഗമുണ്ട്. ഒരുപക്ഷെ ഇന്ന് 8 ദിക്കുകൾ പോലും അറിയാത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമുക്ക് ആകെ 4 ഡയറക്ഷൻ മാത്രമേ അറിയുള്ളൂ. 8 ദിക്കുകളുണ്ട്, 8 അല്ല 10 ദിക്കുമുണ്ട്. എന്തായാലും 8 ദിക്കുള്ള ആ ദിക്പാലകന്മാരെ ക്രമത്തിലാണ് വന്ദിക്കുന്നത്, തോന്നിയ പോലെയല്ല. ഓരോ ക്രമം, അതായത് ദിക്ക് എണ്ണുമ്പോൾ കിഴക്കേ ദിക്ക് മുതലാണെന്ന. അപ്പൊ കിഴക്കേ ദിക്കിന്റെ അധിപനായ ഇന്ദ്രൻ മുതല് വടക്ക് കിഴക്കേ ദിക്കിന്റെ അധിപനായ ഈശാനൻ വരെയുള്ള ആളുകളെ ക്രമത്തിൽ പറഞ്ഞിരിക്കുക. ഇങ്ങനെ മനോഹരമായ സ്തുതികളാണ് ആദ്യം. അതിനുശേഷമാണ് പിന്നീട് രാമായണ മാഹാത്മ്യം. ഇതിലെ ഇപ്പോൾ തലക്കെട്ടുകളൊക്കെ ഒരുപക്ഷെ പിന്നീട് എഴുതി ചേർത്തായിരിക്കാം, പിന്നീട് വരുന്ന ഭാഗങ്ങൾ. അതിനുശേഷമാണ് ഉമാമഹേശ്വര സംവാദം തുടങ്ങിയവയൊക്കെ വരുന്നത്. ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് ഈ രാമായണത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത്.